ഹലോ ഗൈസ്, പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോൺട്രിയലിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇമിഗ്രേഷൻ്റെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു മോൺട്രിയലിൽ എത്തിയപ്പോഴത്തേക്കിനും. നമുക്ക് ഡിക്ലറേഷൻ ഫോം ആണെങ്കിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ തന്നെ സിസ്റ്റത്തിൽ ഇത് ഡിക്ലറേഷൻ ഫോം, പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അവിടുന്ന് ഫോം കിട്ടും. ഇതാണ് നമ്മൾ നേരെ ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുത്ത് കൊടുക്കേണ്ടത്, നമുക്ക് സ്റ്റഡി പെർമിറ്റിന് വേണ്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ ബാഗ് പിക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ലഗേജ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അടുത്ത എയർപോർട്ടിലെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കണമായിരുന്നു. സിം നമ്പറൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് സിം എടുത്തിട്ടില്ലായിരുന്നു. സിം എടുക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ മോൺട്രിയൽ എയർപോർട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ കുറേ ഫ്രാൻസിൽ നിന്നുള്ള ആൾക്കാരും കനേഡിയൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ കൂടുതലും ഫ്രഞ്ചാണ് ഓരോരുത്തർ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷും ഉണ്ട്, റെയറാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ. അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾക്ക് എയർ കാനഡയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് എപ്പോഴും എയർ കാനഡ ഡിലേ ആണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് ലഗേജ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനായാലും വന്നിട്ടുണ്ട്. ലഗേജ് ആണെങ്കിലും കിട്ടാതെ വരിക, പിന്നെ അത് കംപ്ലൈൻറ്റ് ചെയ്യുക. അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ ആയിരുന്നു ഇത്. അപ്പം നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. എയർ കാനഡയുടെ ലെഗ് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെയാണ്, കുഴപ്പം. മെയിൻ തിങ് പറയുകയാണെങ്കിൽ ലഗേജസിൻ്റെ ഇഷ്യൂവും ഫ്ലൈറ്റ് ഡിലേയും. കാരണം നമുക്ക് എവിടെയെങ്കിലും ഇപ്പം മോൺട്രിയലോ ടൊറൻറ്റോ ഒക്കെ എത്തിയാൽ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പോൾ അത് എന്തായാലും എയർ കാനഡയിൽ തന്നെ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നൈറ്റ് ഒരു വ്യൂ ഇങ്ങനെ കണ്ട് വിൻഡോ സീറ്റിൽ ആസ്വദിച്ചിരിക്കുന്നു. മോൺട്രിയലിൽ നിന്ന് മോങ്ടൺ വരെയാണ് എൻ്റെ യാത്ര. അപ്പം അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.